ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ചെട്ടിനാട് ആൻറ്റിക് ഷെയ്ഡ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ലൈവിൽ കാണിക്കാൻ പോകുന്നത്. 21 കളക്ഷൻസേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തീർക്കാം. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ, എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യട്ടെ ലിങ്ക്. ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ചെട്ടിനാട് ആൻറ്റിക് കളക്ഷൻസ് കേട്ടോ. അതായത് ഇത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് 1 ഗ്രാം ഗോൾഡിലുള്ള ആൻറ്റിക് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ്. അപ്പം ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻറ്റിക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ, ചെട്ടിനാട് ആൻറ്റിക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിഷ് ഷെയ്ഡാണ്, അത് ഞാൻ എടുത്തു പറയുന്നു. ബ്ലാക്കിഷ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ മാലയിൽ ബ്ലാക്കിഷ് ഷെയ്ഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഞാനത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ചില മാലകൾ ആൻറ്റിക് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഈവൻ നിങ്ങൾ റിയൽ ഗോൾഡിലുള്ള ഒരു മിനിറ്റ് റിയൽ ഗോൾഡിലുള്ള ആൻറ്റിക് ഷെയ്ഡ് എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോഴത്തേക്ക് അത് റസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൽ തുരുമ്പുണ്ട് എന്നൊക്കെ ഉള്ള നിങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കും. യൂസ്ഡ് സാധനമാണോ എന്നൊക്കെയുള്ള രസകരമായിട്ടുള്ള കമൻസ് ഒക്കെ നമുക്ക് വരും. പക്ഷേ അത് റസ്റ്റഡ് അല്ല. ഞാൻ എടുത്ത് കാണിക്കാം. അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു നമ്മുടെ നോർമൽ ഗോൾഡിലുള്ള മാലയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ മാലയും നമ്മുടെ അതായത് ആൻറ്റിക് ഷെയ്ഡിലുള്ള ഇന്നത്തെ ലൈവിൽ ഞാൻ കാണിക്കാൻ പോകുന്ന മാലയും തമ്മിലുള്ള ഷെയ്ഡ് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അത് ആൻറ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് റിയൽ ഗോൾഡ് ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ആൻറ്റിക് ഗോൾഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതും 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റിയാണ്. വിത്ത് 1 ഇയർ കളർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരും ഇത് ചെയ്യണ്ട, ഓക്കെ, സംശയിക്കണ്ട. ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആൻറ്റിക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് കേട്ടോ. ഞാനത് ഷെയർ ചെയ്യട്ടെ. എനിക്ക് നല്ല തലവേദനയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തലവേദനയാണ്. മൈഗ്രെയിൻ്റെ വിക്ടിമാണ് ഞാനും. അപ്പോൾ അത് കാരണം നല്ല വേദനയുണ്ട്, നല്ല വേദനയുണ്ട്, നല്ലപോലെ വേദനയുണ്ട്. പുഷ്പ വിജയൻ ഹായ്. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇതിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? പൂജ തമ്പി ഹായ്. ഷാരു ഹായ്. പ്രവീണ ഹായ്. പ്രസീത പി കെ ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ താമസം ഇല്ലാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. GN സീരീസ് ആണ് കേട്ടോ ഇന്നത്തെ ലൈവിലെ ഇതിൻ്റെ കളക്ഷൻസിൻ്റെ സ്റ്റാർട്ടിങ്. GN സീരീസ് ആണ്. ഹായ് ഗീത പി ഗീത. GN സീരീസ് കേട്ടോ. G ഫോർ ഗോൾഡ്. വാട്ട് ഡു വി ഹാവ് ഫോർ ടുഡേ? രജിത നായർ. ആൻറ്റിക് ഷെയ്ഡ് കളക്ഷൻസ് ആണ്. ചെട്ടിനാട് ആൻറ്റിക് ഷെയ്ഡ് കളക്ഷൻസ് ആണ്. അതും നെക്ലസസ് ആണ്. പിന്നെ നെക്ലസസും പെൻഡൻ സെറ്റ്സും ഉണ്ട്. ഓക്കെ, ഇത് 21 സെറ്റ്സേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് കാണിക്കാം. പിന്നെ വരും ദിവസങ്ങളിൽ പുതിയ കളക്ഷൻസും ഉണ്ടാകും. എനിക്ക് നല്ല തലവേദനയുണ്ട്. ചിലപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇടയ്ക്ക് ചുമക്കുവാൻ നല്ല വേദനയാണ്. സീന ജ്യോതിദാസ് ഹായ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റ് GN02 ആണ്. 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറൈറ്റിക്ക് 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. GN02 സിമ്പിൾ ആയിട്ടുള്ള ആൻറ്റിക് ഷെയ്ഡ്. എല്ലാം ആൻറ്റിക് ഷെയ്ഡാണ്. എടുത്ത് ഞാൻ പറയുന്നു, എല്ലാം ആൻറ്റിക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. അതിലുള്ള ആൻറ്റിക് ഷെയ്ഡാണ്. ഇതാണ് ഫസ്റ്റ് സെറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നോക്കിക്കേ, ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ, ആൻറ്റിക് ഷെയ്ഡാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടോ,
ഈ ആന്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് റസ്റ്റഡ് അല്ല, ഇത് ആന്റിക് ഷെയ്ഡിന്റെ ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പൊ ആരും ഇത് ഡാമേജ് വന്നതാണ് അല്ലെ തുരുമ്പ് പിടിച്ചതാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ആന്റിക് ഷെയ്ഡാണ്. എടുത്തെടുത്ത് പറയുന്നു കേട്ടോ. രഞ്ജു ബിനു ഹായ്. ഇതാണ് ഫസ്റ്റ് സെറ്റ്. GN02 ആണ്. 890 റുപ്പീസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്, പക്ഷെ നല്ല ഭംഗിയാണ്. ഞാൻ വെച്ചുകൊണ്ട് കാണിക്കാം. GN02 ആണ്. രണ്ടാണ് കോഡ് നമ്പർ 2. GN02 890 റുപ്പീസ് ആണ് കേട്ടോ. 890. GN02 890 റുപ്പീസ്. GN02 ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. എൻ്റെ മാലയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇടാൻ പറ്റും. എൻ്റെ ആ മാല കോൺസ്യൂം ഹോട്ട് വാട്ടർ യുവർ ഹെഡ് ഏക്ക് വിൽ റെഡ്യൂസ്. അയ്യോ, ഹോട്ട് വാട്ടർ കുടിച്ചു, ഈ തണുത്ത വെള്ളം ഇവിടെ ഞാൻ ഒഴിച്ചു, കോൾഡ് ഷവർ എടുത്തു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തലവേദനയാണ്. സേഫാണ് ഷീത, അതൊന്നും പ്രശ്നമൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ അതൊന്ന് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും മഴയുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ ഉണ്ട്, വെള്ളപ്പൊക്കമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടോ? എല്ലാവരും സേഫായിട്ടിരിക്കൂ. വെള്ളപ്പൊക്കത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളൊക്കെ. അതൊന്നും അധികം വരാതെ ചൂടുവെള്ളമൊക്കെ കുടിച്ച്, പിള്ളേരുടെ കാര്യമാണ് സ്കൂളിലും കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് സെറ്റ് GN02. ഞാനിപ്പോൾ ഇട്ട് കാണിക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന മാലയും ഈ മാലയും തമ്മിലുള്ള ഷെയ്ഡ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ നോർമൽ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്, ഇത് ആന്റിക് ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ബ്ലാക്ക് ഷെയ്ഡാണ്, ആന്റിക് ഷെയ്ഡാണ്. അറിയാൻ മേലാത്തവരാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലർ കിട്ടിയിട്ട് ചോദിക്കും ഇത് യൂസ് ചെയ്തിട്ട് തന്നതാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു ലെഗസി ഇല്ല. തിൻ മാംഗിൾസ് വരുമ്പോൾ ഉണ്ട് വരും ഗീത. ഓക്കെ, അങ്ങനത്തെ ഒരു പാരമ്പര്യം അല്ലെന്നുണ്ടെങ്കിൽ ലെഗസി അതൊന്നും നമുക്ക് മയൂരയ്ക്കില്ല. യൂസ് ചെയ്തിട്ട് വിൽക്കാനും മാത്രമുള്ള ഗതികേടൊന്നും നമുക്കില്ല. ഞങ്ങളൊരു 10-15 വർഷത്തോളമായി ഈ ഫീൽഡ് നിൽക്കുന്നു. നമ്മളെ അറിയാവുന്നവർക്ക് അറിയാം, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. ഇത് ആന്റിക് ഷെയ്ഡാണ്. ചിലപ്പം അറിയില്ലായ്മ കൊണ്ടായി പറയുന്നതായിരിക്കും. ആന്റിക് ഷെയ്ഡാണ്. ഞാൻ പിന്നെയും ഞാനിത് എടുത്ത് പറയാണ്, ആന്റിക് ഷെയ്ഡാണ് കേട്ടോ. GN02 890 റുപ്പീസ്. അശ്വതി ഹായ്ഡാ, 890 റുപ്പീസ്. അടുത്തത് GN03 ആണ്. ഇത് നല്ല ഒരു ആന്റിക് ഷെയ്ഡിലുള്ള ഇളക്കത്താലിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇളക്കത്താലിയുടെ പല വെറൈറ്റീസ് കൊണ്ടുവരാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റിൽ കുറേ ആൾക്കാരുടെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കുന്നതാണ് ഞങ്ങൾക്ക് സേഫ്റ്റി, ഞങ്ങളതാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഉറപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കത്തുള്ളൂ എന്നൊക്കെ കുറേ പേര് നമ്മൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇളക്കത്താലിയുടെ തന്നെ ആയിട്ടുള്ള ഒരു സീരീസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. അത് നമുക്ക് ഗോൾഡ് ഷെയ്ഡിലും ഉണ്ട്, അതായത് നമ്മളുടെ 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ഷെയ്ഡിലും ഉണ്ട്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പാലക്ക ലോങ് വരുന്നുണ്ട്, സന്ധ്യ അതൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഞാൻ ആന്റിക് മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. നാളെ മറ്റന്നാൾ, അതായത് വീക്ക് ഡേയ്സിൽ ലൈവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യവും കൂടെ എനിക്ക് അറിയണം. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഓണം ടൈമാണ്. ഓഗസ്റ്റ് 17-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ ചിങ്ങ 1 പിന്നെ അങ്ങോട്ട് കല്യാണ സീസണാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതിനു മാത്രം കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ലൈവ് വരാനും മാത്രമുള്ള കളക്ഷൻസ് ഉണ്ട്. കാരണം വീഡിയോ ഇട്ടാലും മാത്രം തീരത്തില്ല. അപ്പോൾ ഞങ്ങൾ മൺഡേ അല്ലെങ്കിൽ അങ്ങനെ ദിവസങ്ങളിൽ വീക്ക് ഡേയ്സിൽ ലൈവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് യെസ് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യെസ് എന്നുള്ള മനസ്സിലാകത്തില്ല. ജോയിൻ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ജോയിൻ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ട. കാരണം അതനുസരിച്ച് ഞങ്ങൾക്ക് ലൈവ് പ്ലാൻ ചെയ്യാനാണ്. വീക്ക് ഡേയ്സിൽ ലൈവ് വരണോ, ഒന്ന് ജോയിൻ അല്ലെങ്കിൽ നോ ജോയിന്നോ അങ്ങനെ എന്തെങ്കിലും. വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നോ ജോയിന്നും, വരാമെന്നുണ്ടെങ്കിൽ ജോയിന്നും ഒന്ന് പറയണം കേട്ടോ. അതനുസരിച്ച് ഞങ്ങൾക്ക് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാലകളിൽ തന്നെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ്. അതായത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇളക്കത്താലി കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഇത് നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞതുപോലെ ആന്റിക് ഷെയ്ഡിലുള്ള ഇളക്കത്താലിയാണ്. ഇത് നോക്കിക്കേ. same, I am looking forward to buy ഇളക്കത്താലി from you only. I want in premium. Kindly do live before 15th if possible. Yes, sure. ഞാനത് കാണിക്കാം. അതാ പറഞ്ഞ ആന്റിക് ഷെയ്ഡിൽ
വീക്ക് ഡേയ്സ് ഓൾസോ. അത് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ, ജോയിൻ ഒന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ആൻറ്റിക് ഷെയ്ഡിലുള്ള ഇളക്കത്താലിയുണ്ട്, നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഇളക്കത്താലിയുണ്ട്, പ്രീമിയമിലുള്ള ഇളക്കത്താലിയുണ്ട്. പ്രീമിയമിലുള്ള ഇളക്കത്താലിയിൽ തന്നെ ഫ്യൂഷൻ ഇളക്കത്താലികളിലും ഒക്കെ ഉണ്ട്. 8:30 PM. യെസ്, അത് കുഴപ്പമില്ല, അതെനിക്ക് നമുക്ക് നൈറ്റിൽ നമുക്ക് അത് എന്തായാലും വീക്ക് ഡേയ്സിൽ ഞാൻ ചെയ്യുവാണെങ്കിൽ തന്നെ നൈറ്റിലേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് ഒട്ടും പേടി വേണ്ട, ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യത്തില്ല. കാരണം വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജോലിയുള്ള ദിവസങ്ങളാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തായാലും ഒരു 8 o'clock കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യത്തുള്ളൂ. അത് പിന്നെ ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് 8:30 ഒക്കെ ആവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഒന്ന് ജോയിൻ ഒന്ന് പറയൂ കേട്ടോ. ഇതാണ് അടുത്ത സെറ്റ്, GN03 ആണ്. 1490 rupees ഉള്ളി. ഒരുപാട് വെറൈറ്റിയിലുള്ള അളക്കത്താലികൾ ഞങ്ങൾ കൊണ്ടുവരാൻ പ്ലാനിലുണ്ട്. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് നമ്മുടെ ആൻറ്റിക് ഷെയ്ഡിലുള്ള, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആൻറ്റിക് ഷെയ്ഡിലുള്ള ഒരു വെറൈറ്റി, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇയറിങ്ങും കൂടെ ഉണ്ട്. 1490. താങ്ക് യു പ്രവീണ. പ്രസീത താങ്ക് യു. ആൻറ്റി താങ്ക് യു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക പ്ലീസ്. GN03 ആണ്, 1490. ഇതിന് പുറകിൽ ഇത് ഇതുപോലത്തെ തിരികാണ്. GN03 ആണിത്, 1490 ഇളക്കത്താലി. ഓക്കെ, GN03 1490. ദേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം, നോക്കിക്കേ, കണ്ട, മാക്സിമം ട്രൈ ഡിയർ. യെസ്. ഓക്കെ, GN03 ആണിത്, 1490 ആൻറ്റിക് ഷെയ്ഡിലുള്ള ഇളക്കത്താലി, 1490 GN03. ഓക്കെ, അടുത്തത് GN04 ആണ്, 1290. എഗെയിൻ ആൻറ്റിക് ഷെയ്ഡ്. ആൻറ്റിക് ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഡ് ആയോ എന്നൊന്നും പറയരുത് കേട്ടോ. ഇതിന്റെ പുറകിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, അതൊന്നും ഡാമേജ് അല്ല, അതൊന്നും റസ്റ്റിന്റെ പ്രശ്നങ്ങളൊന്നും അല്ല. ഇതാണ് ആൻറ്റിക് ഷെയ്ഡിലുള്ള നമ്മുടെ കാശുമാല. ഇത് റെഡ് സ്റ്റോണിന്റെ കാശുമാലയാണ്. GN04 ആണ്, 1290. കാശുമാലയിൽ റെഡ് സ്റ്റോൺ വരുന്ന മാലയാണ് GN03, 1290. സ്ക്രീൻഷോട്ട് വേണ്ടവർ എടുക്കുക, ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്പർ മാത്രം പറഞ്ഞാൽ മതി. നോക്കിക്കേ, ആ റെഡ് നല്ല ബ്ലഡ് റെഡ് കളറാണ്. GN04 ആണ്, 1290. GN04 എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. GN04 1490. അടുത്തത് GN05 ആണ്, 1270. ആന്റിക് ഷെയ്ഡിലുള്ള 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് പോളിഷിലുള്ള മയൂരലക്ഷ്മി മാലയാണ്. GN05 ആണ്, 1270 കേട്ടോ. GN05 1270. GN05 1270. GN05 കേട്ടോ. ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇത് 5ാമത്തെ കോഡാണ്. GN05 ആണ്, 1270. അടുത്തത് GN06 ആണ്. ഇത് നമ്മുടെ ഒരു ഇരട്ട കാശുമാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. GN05 ആണ്, 2170 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വീതിയിലുള്ള, അത്യാവശ്യം നല്ല കവറേജ് വരുന്ന ഒരു മാലയാണ്. GN06 ആണിത്. GN06 ആണിത്, 2170. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാവേ. 2170 ആണിത്. GN06 2170 ആണ്. GN06 6ാമത്തെ കോഡാണ്. 2170. അജിത കുമാരി ഹായ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. GN06 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 2170. ഇതെല്ലാം 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷിലുള്ള ഐറ്റംസ് ആണ്. വിത്ത് 1 year കളർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ. എങ്ങോട്ടാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഞാനേ ഇതിന്റെ മറവിലിരുന്നോണ്ട് വർത്താനം പറയാനെന്ന് വിചാരിക്കരുത്, ഞാനിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇത് 6ാമത്തെ കോഡാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത്. 6ാമത്തെ കോഡ് 2170. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ആരാണ്ട് വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. അശ്വതി, ആർക്കും ഒരു സംശയം വേണ്ട. വർഷങ്ങളായിട്ടുള്ള മയൂര ഓർണമെന്റ്സ് ഇപ്പോൾ നിറം മങ്ങാതെ എൻ്റെ കയ്യിലുണ്ട്. വിശ്വസിച്ച് വാങ്ങാൻ ഞാൻ ഇപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട്. ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. താങ്ക് യു അശ്വതി. അനീജ ഹരിദാസ് ഹായ്. മൂക്ക് ചോദിക്കുന്നു, ആരുണ്ടോ എന്നെ പറ്റി കാര്യമായിട്ട് കുറ്റം പറയുന്നുണ്ട്. ദേ
ഇതാണ് ഞാനിപ്പോൾ കാണിച്ച മാല. ആൻറ്റിക് ഷീഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മാല എന്ന് കളയാം. എൻ്റെ കണ്ണ് ചുമന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. മഞ്ജു ഹായ്. ഇത് ഞാനിപ്പോൾ ഈ മാല ഞാൻ കാണിക്കുന്നേക്ക് കയറി ഇറങ്ങിയുള്ള കാശാണ്. നോക്കിക്കേ, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നോക്കാം എന്ത് രസമാണ്. നോക്കിക്കേ, അത് കഴുത്തേൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. GN06 ആണ് കേട്ടോ. 2170. കുറേ നേരം ഞാൻ GN06 വെച്ചോണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ്. 2170 ഭയങ്കര ഭംഗിയാണ് ഈ മാല. എനിക്കല്ലെങ്കിൽ എനിക്ക് ഈ കാശിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഈ ഡബിൾ ലെയർ പോലത്തെയൊക്കെ കാശ് വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അട്രാക്റ്റഡ് ആവും. നോക്കിക്കാ, 2170 ആണ് കേട്ടോ ഇത്. അടുത്തത് GN07 ആണ്. ഇത് ഈ കർക്കിടക മാസത്തെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു മാലയാണ്. ശ്രീരാമ ഭഗവാന്റെ മാലയാണിത്. ആനയുടെ പുറത്ത് നിൽക്കുന്നത്. ഇത് നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതുപോലെ ഡിമാൻഡുള്ളൊരു മാലയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം തോന്നിയാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആപ്റ്റ് സൈസാണ്. നോക്കിക്ക് എന്ത് രസം. പ്രത്യേകിച്ച് ഇതിൻ്റെ പുറകിൽ ആരാധ്യയ്ക്ക് ഒരു ഹായ് പറയുമ്പോൾ, ഹായ് ആരാധ്യ. ഇതിൻ്റെ പുറകിൽ നല്ല കറുപ്പ് ഷെയ്ഡിലുള്ള സ്റ്റോണാണ്. ഇതിൻ്റെ പ്രൈസ് 1950 റുപ്പീസ്. 1900 സോറി അതല്ല, തെറ്റിപ്പോയി. 1490 ആണ് കേട്ടോ. GN07 1490 റുപ്പീസ്. കണ്ടോ, കറുത്ത മാലയാണ്, കറുത്ത സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ ഏത് മാലയുടെ കൂട്ടത്തിൽ പോകും, ഏത് സാരിയുടെ കൂട്ടത്തിലും പോകും, നല്ല എടുത്ത് നിൽക്കും. ഇത് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിടാണ്ടവർക്ക് എക്സ്ട്രാ ചെയിൻ ആൻഡ് പെൻഡന്റ് മേടിക്കുക. രാജശ്രീ ഷാജി ആയിടാം. അപ്പം എക്സ്ട്രാ ചെയിൻ ആൻഡ് പെൻഡന്റ് മേടിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുക. അതൊന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ കയറ്റിതേ ഇവിടെ ഇടുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. GN07 ആണിത്. 1490 1490 രൂപ. 1490 കേട്ടോ. GN07. അടുത്തത് GN08 ആണ്. 990 റുപ്പീസ് ഉള്ളി. നല്ല മാങ്ങാമാലയാണ് കേട്ടോ. ആന്റിക് ഷെയ്ഡിൽ വരുന്ന മാങ്ങാമാലയാണ്. നല്ല കൊടമാങ്ങയാണ്. ഞാൻ വെച്ച് കാണിക്കാം. നോക്കിക്കേ, GN08 ആണിത്. 8ാമത്തെ കോഡാണ്. 990 റുപ്പീസ്. 990 രൂപ. കഴുത്തേലിട്ട് കഴിഞ്ഞിരിക്കും. GN08 ആണ്. 990. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മാങ്ങാമാലയൊക്കെ ഇതുപോലത്തതൊക്കെ ശരിക്കും ഈ ആന്റിക് ഷെയ്ഡിൽ ഇടുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. കാരണം ഗോൾഡ് ഷെയ്ഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഓൾറെഡി ഒരു എക്സ്ക്ലൂസിവിറ്റി പോയിട്ടുണ്ട്. കാരണം ഗോൾഡ് ഷെയ്ഡിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഗോൾഡ് ജ്വല്ലറി പോലെ തോന്നണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഗോൾഡ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാല ഇട്ടിട്ടേ കാര്യമുള്ളൂ. കാരണം മറ്റേ മാല ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ്. ഗോൾഡിലും ആന്റിക് ഗോൾഡിലും ഒക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും കിട്ടുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ മാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് പോലെ തന്നെ തോന്നും, പ്രത്യേകിച്ച് ആന്റിക് ഗോൾഡ് കേട്ടോ. GN08 ആണ്. 8ാമത്തെ കോഡാണിത്. 990 റുപ്പീസ്. എനിക്ക് മൊത്തത്തിൽ എൻ്റെ ചാനൽ വിട്ടിരിക്കുകയാണ്. വെരി സോറി, എല്ലാവരും ഒന്ന് സദയം ക്ഷമിക്കുക. ഈ തലവേദന ഉള്ളത് കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. പ്രൈസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. കോഡ് ചിലപ്പോൾ തെറ്റിയാലേ ഉള്ളൂ. 990 8ാമത്തെ കോഡാണ് കേട്ടോ. GN8 990 റുപ്പീസ്. അടുത്തത് GN9 ആണ്. 1270 റുപ്പീസ് ആണ്. ഇതും മറ്റേ ശ്രീരാമന്റെ ഇതാണ്. GN9 ആണ്. 1270 9 ആണ് കേട്ടോ. GN9 1270. നടുക്ക് ശ്രീരാമദേവൻ 1270. 1270. മറ്റേതിന് ആ ഒരു റേഞ്ച് വരാൻ കാരണം അത് സ്റ്റോണിന്റെ നടുക്കുള്ള വർക്കൊക്കെ കൊണ്ടാണ് കേട്ടോ അതിന് ആ റേഞ്ച് വന്നത്. ഇത് സ്റ്റോണും ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു മാല മാത്രമാണ് കേട്ടോ. 1270 റുപ്പീസ്. 1270. GN09 9ാമത്തെ കോഡ്. മുത്തുമാല ആൻഡ് കരിമണിമാല കിട്ടി, വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു ഗീത പി. ഗീത, താങ്ക് യു സോ മച്ച്. അടുത്തത് GN10 ആണ്. ഇത് നല്ലൊരു കൊട ജിമുക്കിയാണ് ഇൻ ആന്റിക് ഷെയ്ഡ്. ഇപ്പൊ ഈ ആന്റിക് മാലയുടെ ഒക്കെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതാണ് കമ്മല്. നല്ല കൊടമാണ്, നല്ല ഭംഗിയാണ് മാലയുടെ കമ്മലിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ. 10ാമത്തെ കോഡാണിത്. 1270. 1 ഗ്രാം ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ഫിനിഷ് ആണ് വിത്ത് 1 ഇയർ കളർ വാറന്റി. നല്ല കൊട ജിമുക്ക. നോക്കിക്കേ, GN10 10ാമത്തെ കോഡാണിത്. 1270. GN10. നന്ദിനി നായർ ഹായ്. GN10 ആണിത്. 1270 റുപ്പീസ്. 1270.
അടുത്തത് GN11 ആണ്, 1370. നല്ല റൗണ്ട് പിങ്ക് പച്ചക്കല്ല് പാലക്കയാണത്, പച്ചക്കല്ല് പാലക്ക, അതും ആന്റിക് ഷെയ്ഡില്. GN11 ആണിത്, 1370. നോക്കിക്കേ, നല്ല പച്ചക്കല്ലിന്റെ ആന്റിക് ഷെയ്ഡിലുള്ള മാല. 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ആണ്, 1 year കളർ വാറന്റി. ആന്റിക് ഷെയ്ഡ് 1370. GN11 11ാമത്തെ കോഡ് ഞാൻ ക്ലോസപ്പിലും കാണിക്കാം. ദേ ഇതിന്റെ പുറകിലുള്ള ഷെയ്ഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊന്നും ഞാൻ എപ്പോഴും ഞാൻ എടുത്ത് പറയേണ്ടെന്ന് കരുതിയിട്ടാണ്. ആന്റിക് ഷെയ്ഡാണ്, ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നെ അവിടെ ഇവിടെ ഈ ബ്ലാക്ക് പോളിഷൻസ് കാണുന്നത് അത് ആന്റിക് ഷെയ്ഡിന്റെ ഭാഗമാണ്. ഓക്കെ, GN11 ആണ്, 1370, 1370. GN11. ഇതാണ് മാലയുടെ പിക്ചർ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ എടുത്തോളൂ. ഞങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡിന്റെ ആവശ്യമില്ല കേട്ടോ. GN11 1370. GN11. അടുത്തത് GN12 ആണ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കാശുമാലയാണ്. ഞാനിതൊന്ന് വെച്ച് കാണിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള മാലയാണ്. 1270 rupees only. 1270 rupees only. ഹായ്, സിമ്പിൾ ചെയിൻ മാല കിട്ടി, സൂപ്പർ. താങ്ക് യു ഉഷ ഉദയദാസ്. സോറി, GN12 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. വെരി പ്രിറ്റി ആസ് യൂഷ്വൽ മാം. താങ്ക് യു നന്ദിനി നായർ. GN12 ആണ്, 1270, 1270. നോക്കിക്കേ, ഇത് ഒരു ആന്റിക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആന്റിക് ഷെയ്ഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ അടുക്ക് കാശുമാല പോലത്തെ തന്നെയുള്ള മാലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിന്റെ ആ ഒരു ഇതനുസരിച്ച് നല്ല തിളക്കവും കിട്ടും, എന്നാൽ നല്ല ഗ്രാൻഡ് ഫിനിഷും ആണ്. GN12 ആണ്. ഇത് നോക്കിക്കേ, ഈ ഒരു ഓണക്കാലത്ത് പറ്റിയ മാലയാണ് കേട്ടോ. ഇത് 12ാമത്തെ കോഡാണ്, 1270. കണ്ടോ, നല്ല രസമാണ് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ. ഇതൊരെണ്ണം മതി. പ്രത്യേകിച്ച് നമ്മളൊരു ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ബ്രൊക്കേഡ് ബ്ലൗസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. GN12 ആണിത്, 12ാമത്തെ കോഡാണ്. അതും പ്രത്യേകിച്ച് ഇതുപോലത്തെ മേളിലുള്ള ഈ ഒരു 5 വരി സ്റ്റോൺസ് പാലക്കയ്ക്ക് നാഗപടത്തിനൊക്കെയാണ് മിക്കപ്പോഴും കാണാറുള്ളത്. ഇതിപ്പോൾ നമ്മളത് കാശിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു പിങ്ക് എലമെൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ളൊരു കാശിമാലയുടെ ലുക്ക് അല്ലാണ്ട് അതൊരു വേറൊരു ലുക്കും കൂടെ വരും. പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു എലമെൻ്റാണ് എനിക്ക് ഈ മാലയിൽ ഇഷ്ടം. അതായത് ഇതിൻ്റെ മേളിലുള്ള ഈ ഒരു വരി കണ്ടോ, നല്ല ഭംഗിയുള്ള കാശിമാലയാണ്. 1270 രൂപ. ഓക്കെ, അടുത്തത് GN14 ആണ്. ഇതും കാശിമാല തന്നെയാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയ കാശിമാലയാണ്. എന്നാൽ ഒത്തിരി ഗ്രാൻഡ് ആയിട്ടുള്ളതും അല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്, അതായത് നമ്മുടെ കാശിമാലയുടെ ഞാൻ ഇടയ്ക്ക് കാണിച്ച ഒരു ഡിസൈൻ ഉണ്ട്, അതിൻ്റെ തന്നെയുള്ള ഫ്യൂഷനാണ്. GN14 ആണ്, 870 rupees, 870 രൂപ. GN14 14ാമത്തെ കോഡാണ്, 870 rupees, 870 rupees. GN14 870, 870. GN14. അടുത്തത് GN15 ആണ്, 990 rupees, 990 rupees. GN15 ആണ് ഇത്, 990 rupees. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും. GN15 990 rupees. GN15 15 കേട്ടോ, 15ാമത്തെ കോഡാണ്. ഇത് മാങ്ങാമാലയിൽ തന്നെ മേളിൽ സ്റ്റോൺ ഉള്ള, ഇത് കൊടമാങ്ങയാണ്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്നല്ല അടുത്ത് വന്ന് നോക്കിയാലും ഇതിങ്ങനെ പിടിച്ച് കമത്തി നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ താഴെ വശം ഇങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആര് നോക്കിയാലും ഇത് മൊത്തത്തിലുള്ള റൗണ്ട് മാലയായിട്ടേ തോന്നത്തുള്ളൂ. GN15 ആണ്, 15ാമത്തെ കോഡാണിത്, 990 rupees. GN15 15 കേട്ടോ കോഡ്, 990 rupees ആണ് കേട്ടോ. GN15. അടുത്തത് GN16 ആണ്, ഇതും 990 rupees ആണ്.
GN16 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. GN16 ഇത് ലെയറിൽ വരുന്ന നല്ല മൾട്ടി ലെയറിൽ വരുന്ന ഒരു കാശുമാലയാണ്. ഇത് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഞാൻ പറയാം ഒരു മോഡേൺ ലുക്കും കൂടെ ഫിനിഷ് വരുന്ന ഒരു കാശുമാലയാണ്. അതായത് എപ്പോഴും എല്ലാവരും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാശുമാല ഇടുന്നതിന് പകരം ഇതുപോലെ ലെയേർഡ് ആയിട്ടുള്ള കാശുമാല ഇടുകയാണെങ്കിൽ ഒരു നമ്മളിങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. മാത്രമല്ല അതിന് പകരം നമ്മളത് ആൻറ്റിക് ഷെയ്ഡിലും കൂടെ ഇടുമ്പോഴത്തേക്കും അതിന് വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ GN16 16ാമത്തെ കോഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 990 റുപ്പീസ് കേട്ടോ. 990 റുപ്പീസാണ് GN16. ഞാൻ ഓർഡർ കൺഫേം ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അത് എല്ലാവരോടും കൂടെ പറയുകയാണ്. ഓർഡർ കൺഫേം ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. കാരണം നമ്മൾക്ക് പലരും ബുക്കിംഗ് നമുക്ക് എടുത്ത് നമ്മൾ കൺഫർമേഷൻ തന്നതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ കേട്ടോ. GN16 ആണ്. ഇതിനൊരു കമ്മലും കൂടെ ഉണ്ട്, ഇതുപോലത്തെ കാശിൻ്റെ കമ്മലും കൂടെ ഉണ്ട്. 16ാമത്തെ കോഡാണിത്. 990 റുപ്പീസ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ലെയറിലായിട്ട് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള കാശുമാലയാണ്. 990 റുപ്പീസ്. ഇതാണ് കാശുമാല. ഓക്കെ, കണ്ട നമ്മൾ നല്ല എടുത്ത് നിൽക്കും. പ്രത്യേകിച്ച് ഈ എൻ്റെ കഴുത്തിന് കുറച്ചും കൂടെ നല്ല വണ്ണമുണ്ട്. അപ്പോൾ കഴുത്തിന് നീളമുള്ളവരൊക്കെ ഇതുപോലത്തെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. GN16 ആണ്. 16ാമത്തെ കോഡാണിത്. 990 റുപ്പീസ്. അതുപോലെ തന്നെ ഉള്ളതാണ് അടുത്തതും. GN17 ആണ്. ഇതും 990 റുപ്പീസ് ആണ്. ഇതിൻ്റെ നടുക്ക് സെയിം കമ്മലൊക്കെ സെയിം ആണ്. കമ്മലിൻ്റെ ഇത് കണ്ടോ, ബ്ലാക്ക് ഷെയ്ഡ് ആൻറ്റിക് ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ നടുക്ക് ഇതുപോലത്തെ ലോക്കറ്റും കൂടെ വരുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. GN17 ആണ്. 990 റുപ്പീസ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. നോക്കിക്കേ എന്ത് എലഗൻസ് ആണെന്ന് നോക്കിക്കേ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. GN17 ആണ്. 990 റുപ്പീസ്. ഞാൻ വാങ്ങി പാലക്ക മാല, ഗുഡ് ക്വാളിറ്റി, എനിക്ക് ഇഷ്ടമായി. താങ്ക് യു ആശ കൃഷ്ണകുമാർ. GN17 ആണിത്. 17ാമത്തെ കോഡാണ്. 990 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് GN18 ആണ്. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പൂത്താലിയാണ്. ഇത് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ച് നമ്മളിത് വിഷുവിന് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളത് ഒന്നും കൂടെ നമ്മളത് ഓണത്തിനും കൂടെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഞാനിതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്കാണ് ഈ ഒരു പാലക്കാട് ഡിസൈൻ കേട്ടോ. കാരണം ഇനി വരുന്ന ഡിസൈൻ ഇതായിരിക്കില്ല, വേറെ പാറ്റേൺ ആയിരിക്കും. അതിൻ്റെ പാറ്റേൺ തമ്മിൽ ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷനെ കാണത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ പൂത്താലി. GN18 ആണ്. 2990 റുപ്പീസ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പൂത്താലി. അതും ആൻറ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഗോൾഡ് ഷെയ്ഡിലില്ല, ആൻറ്റിക് ഷെയ്ഡിലുള്ളതാണ്. 2990 പൂത്താലി. 18ാമത്തെ കോഡാണ് കേട്ടോ. GN18 ആണ്. 2990 പൂത്താലി. ഓക്കെ, GN18 2990. അടുത്തത് പവിത്രക്കെട്ട് മാലയാണ്. ഇതും നമ്മൾ കൊണ്ടുവന്നിരുന്നു. പവിത്രക്കെട്ട് മാല കൃഷ്ണ പവിത്രക്കെട്ട് മാലയാണ്. ഇതും നമ്മൾ വിഷുവിന് ലോഞ്ച് ചെയ്തതാണ്. നമ്മൾ ഓണത്തിനായിട്ട് നമ്മളത് ലോഞ്ച് ചെയ്യുന്നതാണ്. പിന്നെയും റീലോഞ്ച് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. ഞാൻ ഇതിൻ്റെ ഫുള്ള് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. ഇത് 2 ചെയിന്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ ഉരുണ്ട ചെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ 2 ചെയിൻ നമ്മൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കാരണം ഈ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ്. അതായത് പവിത്രക്കെട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിസൈൻ അറിയാമെങ്കിൽ ഇത് ഇങ്ങനെ ഈ 2 ചെയിൻ ഇങ്ങനെ കൊണ്ടുപോയി അകത്തൂടെ ഇങ്ങനെ മേളി കയറ്റി ഇങ്ങനെ ഇടുക. അതാണ് പവിത്രക്കെട്ടെന്ന് പറയുന്ന മാല. ട്രഡീഷണൽ പവിത്രക്കെട്ട് അങ്ങനെയാണ്. നമ്മൾ അതിന് പകരം നടുക്ക് കൃഷ്ണനെയും കൂടെ വെച്ചിട്ട് മുകളിലൊരു കൊട പോലത്തെ ഒരു ഡിസൈനും കൂടെ കൊടുത്താണ് നമ്മളിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കൃഷ്ണ പവിത്രക്കെട്ട് നമ്മുടെ നോർമൽ നമ്മളുടെ പവിത്രക്കെട്ടിന് പകരം നമ്മൾ ഇതും ആൻറ്റിക് ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻറ്റിക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നോക്കിക്ക് ആ കൃഷ്ണന്റെ ഡിസൈനും ഒക്കെ നല്ല ആൻറ്റിക് പോളിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എലഗൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ മുത്തുമൊക്കെ ആൻറ്റിക് ഷെയ്ഡാണ്. എല്ലാവരോടും ഞാനിത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കൈ കിട്ടിയിട്ട് ഇത് ആൻറ്റിക് ഷെയ്ഡാണ്, അത് ആൻറ്റിക് ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണല്ലോ ഇവിടെ. ഇത് ബ്ലാക്ക് ഷെയ്ഡ് എങ്ങനെയാണ് ഈ സാധനം ആൻറ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തരത്തിലുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റും അല്ല, ഇങ്ങനെയാണ് ഈ മാല കേട്ടോ. ഇതാണ്
നമ്മളുടെ പവിത്ര കെട്ടുമാല. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന കണ്ടാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഷെയ്ഡ് വ്യത്യാസമൊക്കെ. എൻ്റെ ഈ താലിമാല ഈ മാല തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെതായിട്ടുള്ള ഒരു എലഗൻസ് ഭയങ്കരമാണ്. കാരണം ആ ഒരു ആൻറ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഗുണം. അത് ഇടുന്നവർക്ക് അതറിയാം. പക്ഷെ ഗോൾഡ് തന്നെ ഇട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പളിച്ചു നിൽക്കുന്ന ഗോൾഡ് ഷെയ്ഡിലുള്ളത് ഞാൻ ഇടാറില്ല. എനിക്കിത് ഇഷ്ടമല്ല. ഒത്തിരി ഇങ്ങനെ തിളങ്ങി താങ്ങി നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ഞാൻ ചെട്ടനാട് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിക് എടുക്കും. എനിക്കതേ ഇഷ്ടമുള്ളൂ. ഈവൻ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ അങ്ങനത്തതാണ് എടുത്തിരുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ആൻറ്റിക് ഷെയ്ഡിലുള്ളതാണ് ഞാൻ ഇടാറുള്ളത്. ആൻറ്റിക് ഷെയ്ഡിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസവും ഉണ്ട്, ആ ഒരു എലഗൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് പവിത്ര കെട്ട്. 1990 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. GN19 ആണ് ഇതിൻ്റെ കോഡ്. GN18 ആയിരുന്നു പൂത്താലി. ഇത് GN19 ആണ് കൃഷ്ണ പവിത്ര കെട്ട് മാല കേട്ടോ. GN19 1990 GN19 ഇങ്ങനെയാണ് ഡിസൈൻ. ഓക്കെ, 1990. ആസ് ഓഫ് നൗ നമുക്ക് ആൻറ്റിക് ഷെയ്ഡിലുള്ള കൃഷ്ണ പവിത്ര കെട്ട് മാല മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക്. അടുത്തത് GN20 ആണ്. ഇത് നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന കാശുമാലയുടെ ഒരു വെറൈറ്റി ആണ്. ഇതേ ഇങ്ങനെയാണ് കാശുമാല വന്നിരിക്കുന്നത്. ഇതും ആൻറ്റിക് ഷെയ്ഡാണ്. ഇതേ മുഴുവൻ ഇങ്ങനെ കോയിൻസ് വന്നിട്ട് നടുക്കോട്ടൊരു കോയിൻ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ളതാണ്. ഇതേ ഇങ്ങനെ ഡിസൈൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോക്കറായിട്ട് ഇങ്ങനെ കെട്ടാം, അതല്ല നോർമലായിട്ട് നമ്മളൊരു നെക്ലസ് ഇടുന്നത് പോലെ ഇങ്ങനെയും ഇടാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. താഴെ നിന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, എന്നാലേ ഞാൻ ഇടുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ആൾക്കാരുടെ കമൻറ്റ് കാരണം എൻ്റെ മാല ഞാൻ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ്സ് ഒന്ന് തൂത്തുവിടുക, പൊക്കോളും. ഓക്കെ, ഇതാണ് മാല. GN20 ആണ്. ലാസ്റ്റ് സെറ്റാണ്. 1670. ഇതിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റഡും ഉണ്ട്. ഓക്കെ, GN20 ആണ് ഇത്. 1670. ഇത് കോയിൻസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോർമൽ കോയിൻ മാത്രമേ ഉള്ളൂ. അതായത് സാധാരണ കാശുമാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കൂടെ ഒരു വരി പോകും, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഇതായിരിക്കും പോകുന്നത്. ഇത് അതുപോലെയല്ല, ജസ്റ്റ് കോയിൻസ് മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് നല്ല പ്രോപ്പർ കാശുമാല. ഇതാണ് അടുത്ത സെറ്റ്. GN20 ആണ്. 1670 റുപ്പീസ്. അതും ആൻറ്റിക് ഷെയ്ഡിൽ. ഇത് ആൻറ്റിക് ഷെയ്ഡിൽ കൊണ്ടുവരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗോൾഡ് എന്ന് പറയുമ്പോൾ അതും എഗെയിൻ പളിച്ചിരിക്കും. ഇത് ആൻറ്റിക് ഷെയ്ഡിലുള്ള GN20 ആണിത്. 1670 റുപ്പീസ്. 1670. ഞാൻ ക്ലോസപ്പിലും കൂടെ കാണിക്കാം. ഇതാണ് അതിൻ്റെ പുറത്തെ ഡിസൈൻ. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന വളയാണ്. ഓപ്പണബിൾ കടയാണ് ഇത്. എക്സ്ചേഞ്ചബിൾ ആയിട്ടുള്ള ബാങ്കിൾ. ഇത് കുറേ പേരിനോട് ചോദിച്ചിരുന്നു, ഇത് ബാങ്കിൾ വേറെയും കട ഒരെണ്ണം അങ്ങനെ തരാൻ പറ്റുമോ? പക്ഷെ അത് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. വള എങ്ങനെ കിടക്കും. ഓക്കെ, വള എന്ന് പറയുന്നത് ഇത് ഒരൊറ്റ വളയാണ് കേട്ടോ. ഇതൊരൊറ്റ വളയാണ്. നഖം കണ്ടോ നിങ്ങൾ? ഒറ്റ വളയാണ്. ഈ വളയും കൂടെ ചേർന്നായിരിക്കും നിങ്ങൾക്ക് സാധനം കിട്ടുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിങ്ങനെ ഈ കട ഊരിയെടുക്കാം. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇടേണ്ടവർക്ക് ഇടാം. അതായത് ഈ വള മാത്രമായിട്ട് ഇടേണ്ടവർക്കും ഇടാം. ഇങ്ങനെയും ഇടാം. അതായത് അതൊരു വെറൈറ്റിയിൽ കിടക്കും. ഓക്കെ, നിങ്ങളുടെ കൈ മാത്രം കാണത്തുള്ളൂ. എന്നാൽ ഇതിൽ സ്റ്റോണും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ സ്റ്റോൺസും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സാധനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മാറ്റിയെടുക്കാം. ഇതിൻ്റെ എക്സ്ചേഞ്ചബിൾ കളേഴ്സും ഉണ്ട്. പല കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. 10 കളേഴ്സ് ഉണ്ട്. മൊത്തം 10 കളേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ 8 ബാങ്കിളാണെന്ന് തോന്നും. പക്ഷെ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഇടുന്നത്. കണ്ടോ, മഞ്ഞയുണ്ട്. ഈ മഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിങ്ങൾ ആദ്യമേ ഒന്നെങ്കിൽ ഈ വള മുഴുവനോടെ നിങ്ങൾ കയ്യിലിടുക, എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കയ്യിലിടുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തോടെ ഫിക്സ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ഇതിങ്ങനെ ലോക്ക് ഇട്ടിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കളറിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം. ഇത് ആസ് ഓഫ് നൗ നമുക്ക് 26-ലും 28-ലും മാത്രമേ അവൈലബിൾ ഉള്ളൂ. 24-ൽ ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി. ഓക്കെ,
ഇതാണ് ബാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് 10 കളർ നിങ്ങൾക്ക് കിട്ടും. അതൊരു സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഒറ്റ കളറിൽ കിട്ടില്ല, സെറ്റായിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ 2.6 മേടിച്ചിട്ട് 2.8 ബാങ്കിൾ വരുമോ, അങ്ങനത്തെ വിയേർഡായിട്ടുള്ള എൻക്വയറീസ് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് 2.8 ഫ്രെയിം അല്ലെന്നുണ്ടെങ്കിൽ 2.6 ഫ്രെയിം, അങ്ങനെ ഒരെണ്ണത്തിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് ബാങ്കിളും അതേ സൈസിലുള്ള ബാങ്കിളായിരിക്കും. അതായത് ഈ ബാങ്കിളിനകത്ത് ഇടാൻ പറ്റുന്നുണ്ടോ, ഈ ബാങ്കിൾ പോലും കയറുന്നില്ല, അങ്ങനെ കയറത്തില്ല. കാരണം ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മേളിലോട്ട് കവർ ചെയ്തിട്ട് ഇതിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇടാം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഒരെണ്ണം മേടിക്കുകയാണ്, ഇതിൻ്റെ കൂട്ടത്തിൽ 10 കളേഴ്സ്, മൊത്തം 10 കളേഴ്സ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ 10 കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് ലൈറ്റ് ഇങ്ങനെ ഒരു ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ, നിങ്ങൾക്ക് കാണാവോ? അയ്യോ എൻ്റെ അമ്മ, എൻ്റെ മൂക്ക് ഇങ്ങനെ ചൊറിയുന്നതല്ല. അതെ, ഇത്രയും കളേഴ്സ് കിട്ടും. കോഫി ബ്രൗൺ, പിങ്ക്, റോസ്, ഗ്രീൻ, ഡാർക്ക് റെഡ്, എഗെയിൻ ഒരു റാണി പിങ്ക്, അല്ല ഇത് വയലറ്റ് അല്ലേ, ഇത് ഒരു വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ, ഇത് റോസ്, ഇത് ഗ്രീൻ, ഇത് റെഡ്, ഇത് പിങ്ക്, ഇത് ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ, ഇത് മഞ്ഞ. പിന്നെ ഇത് ഈ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ. ഇല്ലേ അന്നപ്പടി അതുകൊണ്ടോ, എത്ര എണ്ണം ഉണ്ട്? അതും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറും കൂടെ ഉണ്ട്, ഒരു നല്ലൊരു പർപ്പിളിഷ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഞാനിത് കാണിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഞാനത് ഞാൻ പറയാൻ കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഞാനത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രിവിലേജസ് ഒക്കെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ്, നമ്മൾ അധികം ലിമിറ്റഡ് പീസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, നമ്മളുടെ പേജിൽ നമ്മളത് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടവർ, ഇങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യേണ്ടവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ഇത് നമ്മുടെ സ്പെഷ്യൽ പാലക്ക മാലയാണ് കേട്ടോ. ഇതും വേണ്ടവർ പർച്ചേസ് ചെയ്യുക. ഇതും നമുക്ക് ഓൺലൈനിലുണ്ട്, എനിക്കൊരു 1990 ആ റേഞ്ചിലുള്ളതാണത്. ഓക്കെ. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ആൻറ്റിക് ഷെയ്ഡ് കളക്ഷൻസിൻ്റെ ലൈവ് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ലൈവ്, ഇപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു വീക്ക് ഡേയ്സിൽ ലൈവ് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ലൈവായിട്ടും സീരീസായിട്ടും വീഡിയോ സീരീസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. എൻ്റെ മൂക്ക് ഭയങ്കര അടിച്ചൊറിയുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ലൈവിന് കാണാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്, ഓണത്തിൻ്റെ 1 gram ഗോൾഡ് കളക്ഷൻസ് വരുന്നുണ്ട്, ചെട്ടിനാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് വരുന്നുണ്ട്, പിന്നെന്താ പേൾ കളക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ.